സംസ്ഥാനത്തെ ആശമാർ രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടക്കുമ്പോൾ ആശമാർക്ക് ആശ്വാസവുമായി കേന്ദ്ര സഹായം. ആശമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ച ആരോഗ്യമന്ത്രി JP നദ്ദ. അതേസമയം ആശാ വർക്കർമാരുടെ സമരം കേന്ദ്രം രാജ്യസഭയിൽ ഉന്നയിച്ചതിൽ അതീവ സന്തോഷത്തിലാണ് ആശമാർ. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാർ തങ്ങളുടെ കണ്ണീരിന് വലിയ വില നൽകിയെന്നും പ്രതികരണം. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കൊപ്പം ശ്രീനന്ദ SP ചേരുകയാണ്. ശ്രീനന്ദ, ഒടുവിൽ ആ ആശ്വാസ വാർത്തയാണ് ആശമാരെ തേടിയെത്തിയത്. കേന്ദ്രത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു സഹായം ആശമാരെ തേടിയെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? ദേവിക, ഒരു മാസം പിന്നിട്ട സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം രാജ്യസഭയിൽ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതിൽ അവർ വളരെയധികം സന്തോഷവതികളാണ്. അവരുടെ വാക്കുകളിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി തുടർന്ന് എല്ലാം നല്ലതുപോലെ അല്ലെങ്കിൽ എല്ലാം ശരിയായി തന്നെ നടക്കാൻ കേന്ദ്ര സർക്കാർ അവർക്ക് കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പാണ് അവർക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അവരുടെ കണ്ണുനീർ കണ്ടു എന്ന് തന്നെയാണ് അവർ നമ്മോട് പ്രതികരിച്ചത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എന്താണ് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷമാണോ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഇടപെട്ടത്? അല്ല, കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഞങ്ങളുടെ സമരമാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഞങ്ങൾക്കൊരു വ്യക്തത വരേണ്ടതുണ്ട്. ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതായിട്ട് ധനസഹായം കൂട്ടുമെന്ന് ഞങ്ങൾ മീഡിയയിലൂടെയാണ് ഇത് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തമായി അറിയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഇൻസെൻറ്റീവാണ്. ആ ഇൻസെൻറ്റീവാണോ വർദ്ധിപ്പിക്കുന്നത്? അത് എത്രത്തോളം വർദ്ധിപ്പിക്കും? അതല്ല സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഫണ്ടാണെങ്കിൽ അത് ആശമാരുടെ കൈകളിലേക്ക് എത്തത്തില്ല എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വ്യക്തത വന്നിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ എങ്കിലും ഞങ്ങൾ വളരെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ്. കേരളത്തിലെ 26,125 ആശമാർ മാത്രമല്ല, ഈ ഇന്ത്യയിലുള്ള 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ വിഷയം പാർലമെൻറ്റിൽ കൊണ്ടെത്തിക്കുന്നതിനും ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഞങ്ങളുടെ സമരത്തിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സർക്കാരിന്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. എന്നിട്ട് കൂടി മൂക്കിന്റെ തുമ്പത്താണ് നിങ്ങളുള്ളത്. എന്നിട്ട് കൂടി സർക്കാർ ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് നോക്കാനോ എന്തെങ്കിലും ഒന്ന് തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ജനാധിപത്യ സർക്കാരാണോ എന്ന് ഞങ്ങളിപ്പോൾ ഒന്നടങ്കം സംശയിക്കുക. ഇത് ജനാധിപത്യ സർക്കാരൊന്നുമല്ല. ഞങ്ങൾക്ക് ജനാധിപത്യ സർക്കാരാണ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇത് അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് അറപ്പ് തോന്നുക. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സർക്കാരിന്റെ ഈ ഒരു നീക്കം, സർക്കാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നു. കേന്ദ്രം മാത്രമാണ് തങ്ങളിപ്പോൾ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുകൂടി ഒന്ന് അന്വേഷിക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല, സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. എന്നാൽ ഈ ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര സർക്കാർ തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ വളരെയധികം സന്തോഷവതികളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആശാ വർക്കർമാർ. ചേച്ചി, എത്രത്തോളം സന്തോഷത്തിലാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്? നമ്മൾ വളരെ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിക്കുന്നത്. അവർ ഒരു മാസം അവർ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നതിൽ ഒരു കുറച്ചെങ്കിലും അവർക്ക് അതിനൊരു നല്ലൊരു സംഭവം തന്നെയാണ് അവർക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അവർ വളരെയധികം സന്തോഷത്തിലാണ്. അവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ സന്തോഷ പ്രകടനങ്ങൾ നമ്മൾ കുറച്ചു മുന്നേ കണ്ടതുമാണ്. ഇനിയും ഇതുപോലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്, ഇതിൽ മുന്നോട്ട് പോകണം, ഈ നടപടികൾ കൂടുതലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഇവിടെ ഇപ്പോൾ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ ഇതെങ്കിലും കണ്ടിട്ട് അവർക്ക് ഇച്ചിരിയെങ്കിലും ലജ്ജ തോന്നി അവർ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇനി ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക എന്ന് വളരെ ലളിതവും തുച്ഛവുമായ കാര്യം മാത്രമാണ് ഇവർ ഇപ്പോൾ നമ്മോട് അല്ലെങ്കിൽ സർക്കാരിനോട് വ്യക്തമാക്കുന്നത്. മാർച്ച് 17-ാം തീയതി ഇവരെന്തായാലും സമരമുഖങ്ങളെല്ലാം ഒരു വ്യത്യസ്ത സമരമുഖത്തിലേക്ക് തന്നെ ഇവർ നീങ്ങുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർച്ച് 17-ാം തീയതി വേറിട്ടൊരു മുഖമായിരിക്കും ആശാ വർക്കർമാരുടെ ഇനി നമ്മുടെ കേരളം കാണാൻ പോകുന്ന അല്ലെങ്കിൽ സർക്കാർ കാണാൻ പോകുന്ന നമുക്ക് തന്നെ പറയാം. ചേച്ചി, മാർച്ച് 17-ാം തീയതി എന്താണ് ഇനി നിങ്ങളുടെ സമരമുഖത്തിലുള്ള വ്യത്യാസം? മാർച്ച് 17-ന് ആശമാരെ എത്രത്തോളമാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആശമാരുടെ എല്ലാം പ്രതികരണ ശേഷി അന്നറിയാം. ഇത്രയും നാൾ കണ്ട സമാധാനത്തിൻ്റെ മുഖമായിരിക്കില്ല അന്ന് സർക്കാർ കാണുന്നത്. അതിനു മുമ്പേ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നതായിരിക്കും സർക്കാരിന് നല്ലത്.
തീർച്ചയായിട്ടും സ്ത്രീകളുടെ ശക്തി എന്താണെന്ന് ഇനിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നു. കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുകൂടി സംസ്ഥാന സർക്കാർ ഒന്നും മിണ്ടാൻ പോലും യാതൊരു തരത്തിലുമുള്ള ഒരു തീരുമാനം എടുക്കാൻ പോലും സമ്മതിക്കാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീനന്ദ SP ആണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് തന്നെയാണ് ആശാവർക്കർമാർ പ്രതികരിക്കുന്നത്.